ഇപ്പം മിക്കവരുടെ ഒരു പരാതിയാണല്ലേ, ഞാൻ ഒരുങ്ങുന്നില്ല, ഒരുങ്ങാതെ എണീറ്റ പടി നിന്ന് വീഡിയോ എടുക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലേ. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് ഇന്ന് ഒരുങ്ങിയിരുന്നപ്പോൾ എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തു. പിന്നെ മാത്രമല്ല, എനിക്ക് എപ്പോഴാണോ സംസാരിക്കാൻ തോന്നുന്നത്, എപ്പോഴാണോ വീഡിയോ എടുക്കാൻ തോന്നുന്നത്, അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഒരുങ്ങാനോ ഒന്നിനുള്ള സമയമൊന്നും കിട്ടത്തില്ല. ആ സമയത്ത് ഞാൻ എന്താണോ ഡ്രസ്സ് ഇടുന്നത് അത് തന്നെ ആയിരിക്കും എൻ്റെ വേഷം. അങ്ങനെ തന്നെയാണ് ആദ്യം മുതൽ ഇത്രയും കാലം വരെ. ഇനിയിപ്പോൾ പുതിയതായിട്ട് നമുക്കതിനൊരു മാറ്റമൊന്നും വരുത്താൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മാറ്റം വരുത്താതെയൊക്കെ അങ്ങനെ തന്നെയൊക്കെ മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം കൂടുതൽ പേര് നമ്മുടെ വീഡിയോകളെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു വിഷയത്തെക്കുറിച്ച് കുറേ നാളായിട്ട് സംസാരിക്കണമെന്ന് ഓർത്ത ഒരു വിഷയമാണ്. പക്ഷെ അതിങ്ങനെ ആ ഒരു വിഷയം അവതരിപ്പിക്കുമ്പം അത് നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെങ്ങനെ പറഞ്ഞാലാണ് ശരിയാകുന്നത്, അല്ലെ അത് പറഞ്ഞാൽ ശരിയാകുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ ഇത് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു നോക്കുകയാണ്. എത്രത്തോളം അതിൻ്റെ ആ ഒരു പൂർണ്ണതയിലെത്തും എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രായത്തിലുള്ളവരോട്, അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിൽ കുറച്ച് താഴെയുള്ളവരോട്, അല്ലെങ്കിൽ ഒരു 16 വയസ്സ് മുതലുള്ള ആൺപിള്ളേരുള്ള അമ്മമാരോടാണ് ഞാൻ സംസാരിക്കാൻ ഇന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. കുറേ കാര്യങ്ങൾ. കാരണം ഇതെല്ലാം നമ്മുടെ അനുഭവത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ടും, നിങ്ങളെല്ലാം അനുഭവിച്ച് കഴിഞ്ഞവരുണ്ട്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അനുഭവത്തിലേക്ക് വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് അല്ലേ എല്ലാ അമ്മമാരും. കാരണം നമ്മളൊരു അമ്മമാരാകുന്നതും മക്കളെ വളർത്തുന്നതും ഒന്നും യാതൊരു എക്സ്പീരിയൻസോടും കൂടെയല്ല. നമുക്കതിനൊന്നും ഒരിടത്തുനിന്നും ഒരു ക്ലാസ് കിട്ടുന്നില്ല, നമുക്കും കിട്ടുന്നില്ല, മക്കൾക്കും കിട്ടുന്നില്ല. ഏറിപ്പോയാൽ നമുക്ക് കിട്ടുന്ന ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ പിള്ളേരുടെ PTA പോകുമ്പോഴൊക്കെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉള്ള ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ജീവിതകാലം മുഴുവൻ ഇപ്പോൾ മക്കളുണ്ടായി 16 വർഷം 20 വർഷം 22 വർഷം എന്നൊക്കെ പറയുന്നത് അത്രയും വർഷങ്ങളാണ്, അത്രയും ദിവസങ്ങളാണ്. അപ്പോൾ ഇത്രയും ദിവസങ്ങളാണ് നമ്മൾ ഈ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും സ്ട്രഗിളിലൂടെ നമ്മുടെ സന്തോഷത്തിലൂടെ ഒരു കാലഘട്ടം വരെ നമ്മുടെ സന്തോഷമായിരിക്കും. ഒരു കാലഘട്ടത്തിൽ നമ്മളോർക്കും, ഇവരൊന്ന് വളർന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് ഓർക്കും. ഇവരൊരു വളരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞ് ഇവർ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ ഒരു അമ്മമാർ കടന്നു പോകണം എന്നുള്ളതൊക്കെ നമുക്ക് അല്ലേ നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ, ഇപ്പോൾ ഞാനെന്ന ഒരു അമ്മ, എനിക്കറിയത്തില്ല നമ്മളുടെ മക്കൾ വളർന്നു വരുമ്പോൾ ഈ പ്രായത്തിൽ ഇന്നതായിരിക്കും, അങ്ങനെയൊന്നും അറിയത്തില്ല. നമ്മൾ മക്കളെ പ്രസവിക്കുന്നു, കുഞ്ഞിലെ നമ്മൾ നോക്കേണ്ടത് പോലെ നോക്കുന്നു, സ്കൂളിൽ വിടുമ്പോൾ നമ്മൾ നോക്കുന്നു, ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ രീതിയിൽ പോകുന്നു. പ്രത്യേകിച്ച് ആൺമക്കളുടെ കാര്യമാണ്. പെൺമക്കളാണെങ്കിൽ നമ്മളൊന്ന് പേടിപ്പിച്ചാൽ അവരൊന്ന് പേടിക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെയൊക്കെ നമ്മളുമായിട്ടാണ് കൂടുതലും അറ്റാച്ച് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആൺപിള്ളേരുടെ ഒരു കാര്യമെന്ന് പറയുന്നത്, അവർക്കൊരു 16 വയസ്സ് വരെ അമ്മമാരുടെ നമ്മളുടെ ഒരു തുണിത്തുമ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒരു നൈറ്റിത്തുമ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സാരിത്തുമ്പിലായിരിക്കും അവരുടെ ഒരു പിടുത്തം എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എല്ലാ സമയത്തിനും അവർക്ക് എല്ലാ കാര്യത്തിനും അമ്മമാരുടെ ഒരു സഹായം എപ്പോഴും വേണം. അമ്മമാരുടെ ഒരു തണൽ പറ്റി, അമ്മമാരുടെ ഒരു നിഴൽ പറ്റിയായിരിക്കും അവർ നമ്മുടെ ആൺമക്കളൊക്കെ ഒരു 16 വയസ്സ് വരെ ജീവിച്ചു വരുന്നത്. അപ്പം നമ്മളും ശരിക്കും പറഞ്ഞാൽ അതിനെ അങ്ങ് ഭയങ്കരമായിട്ട് ആസ്വദിക്കും. എൻ്റെ മോൻ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു, അവൻ എൻ്റെ കൂടെ ഇരുന്നാലേ ഇരിക്കാൻ പറ്റത്തുള്ളന്നേ, അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ നടക്കുകയുള്ളൂ, ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും അവൻ എൻ്റെ അടുത്ത് നിന്നേ ഫോട്ടോ എടുക്കത്തുള്ളന്നേ. അപ്പോൾ നമുക്കത് ഭയങ്കര അഭിമാനമാണ് അങ്ങനെ പറയുമ്പോൾ. ഒരു 16-17 കാലഘട്ടം കഴിയുമ്പോഴേക്കും ഇതിന് മാറ്റങ്ങൾ സംഭവിക്കും. മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ പതുക്കെ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള മാറ്റം ആയിരിക്കത്തില്ലത്, പെട്ടെന്നൊരു മാറ്റമായിരിക്കും. ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +1 +2 ഒക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോകമാകും. അതിൻ്റെ കൂടെ ഒരു ഫോണും കൂടെ, ആ സമയത്ത് ഒരു ഫോണും കൂടെ വരും. അപ്പോൾ അവർ മുഴുവനായും അവരുടെ ലോകത്തേക്ക് തന്നെ മാറും. അവരുടെ ഫോണ്, അവരുടെ കൂട്ടുകാർ, അവരുടേതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കാണും. ആ സമയത്ത് അവർ പതുക്കെ നമ്മളിൽ നിന്നും അകന്നങ്ങ് പോകും. ആ അകൽച്ച നമ്മൾ അമ്മമാരെ സംബന്ധിച്ച് നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന പോലെ ഒരു ഫീലുണ്ടാകും. ആ ഒരു സമയം നമ്മൾ വല്ലാത്ത മെൻ്റലി ഡിപ്രഷനിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു ആ ഒരു സമയമൊക്കെ ആയിരിക്കും നമ്മളുടെ ഒരു 39-40 കാലഘട്ടം, 40 കാലഘട്ടത്തിലേക്കൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കലി എല്ലാവരും പറയുന്നത് കേട്ടിട്ടുള്ളത്, നമുക്കും ഹോർമോൺ ചേഞ്ചസ് വരികയാണ്, അവർക്കും ആ സമയത്ത് ഹോർമോൺ ചേഞ്ചസ് നടക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, നമുക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, നമുക്ക് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും പ്രശ്നങ്ങൾ. അതായത് ഇപ്പോൾ അമ്മമാരെന്ന് പറയുമ്പം അപ്പന്മാരെപ്പോഴും സേഫ് സോണിലാണ് കേട്ടോ. അവർ ആ സേഫ് സോണിൽ നിന്നുകൊണ്ടല്ലാതെ അവരൊരു കാര്യങ്ങളും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്കെപ്പോഴും ആ പ്രശ്നങ്ങൾ വരാറില്ല. എന്നാൽ അമ്മമാരങ്ങനല്ല, സേഫ് സോണിലല്ല. അമ്മമാരെപ്പോഴും എൻ്റെ മകൻ ഇവൻ ഇങ്ങനെ ആയാൽ, ഇവൻ ഇങ്ങനെ പോയാൽ എന്നാ ചെയ്യും, ഇവൻ നാളെ എന്ത് ചെയ്യും, അല്ലെ ഇവൻ ഇങ്ങനെയാണോ, ഇവൻ ഇങ്ങനെ ആകുമോ എന്നൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
മക്കൾ ഒരു ഇന്ന പ്രായമാകുമ്പോൾ അവരെ കുറച്ച് നമുക്ക് ആൺമക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 18, 19, 20, 21 കാലഘട്ടം വരെ നമുക്ക് ഭയങ്കര പാടാണ് അവരെ കൺട്രോൾ ചെയ്ത് പോകാൻ. നമ്മൾ പറയുന്നതൊന്നും തന്നെ അവർക്ക് മനസ്സിലാവത്തില്ല, അവർ പറയുന്നത് നമുക്കും മനസ്സിലാവത്തില്ല. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ജനറേഷൻ ഗ്യാപ്പാണെന്നാണ് പറയുന്നത്. നമ്മൾ അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മളുടെ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ അച്ചാച്ചനോ അമ്മയോ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മളവിടെ ഇരിക്കുമായിരുന്നു, അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നമ്മളവിടെ നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ വെളുപ്പിനൊക്കെ എണീക്കണം, ഇന്ന സമയത്ത് എണീറ്റിരിക്കണം, എണീറ്റില്ലെങ്കിൽ നമ്മൾ അമ്മയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കണമായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ വളർന്നു വന്നിട്ട് പെട്ടെന്ന് ഈ ഒരു 10-20 വർഷം കൊണ്ട് വലിയ മാറ്റമാണ് സംഭവിച്ചത്, വലിയ മാറ്റം. അപ്പം നമ്മളൊന്നും ജീവിച്ച സാഹചര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഈ അമ്മമാരോട് പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇവരകന്നകന്ന് പോകുന്നതെന്ന് തോന്നുമ്പോൾ നമ്മൾ ഇവരോട് പല രീതിയിൽ അവരെ നമുക്ക് തിരിച്ചു പിടിക്കാൻ നോക്കും. നമ്മളോട് പഴയ പോലെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലായിരിക്കും തിരിച്ചു പിടിക്കുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഭയങ്കര വഴക്കുണ്ടാക്കും, നമ്മൾ ഭയങ്കരമായിട്ട് കരയും, നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. പല രീതിയിൽ നമ്മൾ ഇവരോട് അവരിങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ ഇറുക്കി പിടിക്കും. അപ്പോൾ ഈ ഇറുക്കി പിടിക്കുന്നത് ഈ കരച്ചിലും ഈ ദേഷ്യപ്പെടിയിലും എല്ലാം അവർക്ക് ദേഷ്യം കൂട്ടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. നമ്മളവർക്ക് ഇമോഷണലി നമുക്ക് അവരെ അറ്റാക്ക് ചെയ്ത് പിടിച്ചു നിർത്താമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു കാരണവശാലും അത് നടക്കത്തില്ല. അപ്പോൾ പതിയെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മൾ മടുത്ത് ആ ഒരു കാലഘട്ടം കൊണ്ട് ഈ ഒരു മക്കളെ ഇങ്ങനെ പോകുന്നത് പിടിച്ചു നിർത്താൻ നോക്കുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടം കൊണ്ട് നമ്മളുടെ ആയുസ്സിൻ്റെ ഒരു 5 വർഷമെങ്കിലും നമുക്ക് കുറഞ്ഞു പോകും. നമ്മുടെ പ്രായത്തിൻ്റെ 5 വർഷമല്ല കുറയുന്നത്, നമ്മുടെ ആയുസ്സിൻ്റെ ഒരു 5 വർഷമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാരണം നമ്മൾ ഈ ഒരു സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ അതിൻ്റെ ആ പ്രഷർ നമ്മുടെ ശരീരത്തെയും ബാധിക്കും. നമുക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ തോന്നും ആ സമയത്ത്. ഇത് നമുക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് തോന്നിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനെ റിക്കവർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ ആയുസ്സിൻ്റെ നമുക്ക് പെട്ടെന്ന് പ്രായമായ പോലെ തോന്നും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു 39-40 വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഒരു 3-4 വർഷത്തിനകത്ത് നന്നായിട്ട് പ്രായം ബാധിച്ച പോലെ തോന്നും, നമ്മളെ നര ബാധിച്ചതുപോലെ തോന്നും, നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ പുറകോട്ട് വരുന്നതായിട്ട് തോന്നും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളിങ്ങനെ ഇനി ഞങ്ങൾ അതിൻ്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ആ സ്റ്റേജിലേക്ക് വരുന്ന കുറച്ച് അമ്മമാരുണ്ടല്ലോ, അവരോടാണ് നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇറുക്കി പിടിക്കാൻ നോക്കിയാൽ ഒരിക്കലും അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. കാരണം ഒരിക്കലും നമ്മളുടെ ആ സമയത്തെ ഇമോഷൻസ് നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, തിരിച്ചും അവരുടെ ഇമോഷൻസ് നമുക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വലിയ ഗ്യാപ്പ് വന്നുകൊണ്ടേയിരിക്കും. അതേസമയം നമുക്ക് ആ ഒരു സമയം അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റണം. അവരുടെ പ്രായത്തിനെ അവർക്ക് എനിക്കത് പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല കേട്ടോ, ഇന്നും പറ്റിയിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും, ഭയങ്കരമായിട്ട് കരയും, കാരണം എൻ്റെ മക്കളെന്ന് പറയുന്നത് എനിക്കിങ്ങനെ എന്താ പറയുന്നത്, എൻ്റെ മോനുണ്ടല്ലോ, അവൻ എൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ, അവൻ എൻ്റെ കൂടെ ഇരിക്കുകയുള്ളൂ, അല്ലെ ഞാൻ നിൽക്കുന്നിടത്തേ അവൻ നിൽക്കത്തുള്ളൂ, ഞാൻ ഇരിക്കുന്നിടത്തെ ആ ഒരു ഇതിൽ നിന്നും എൻ്റെ മോൻ എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് മോനെ ഇവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞാൽ അവൻ ഇരിക്കുന്നില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് വരും. എത്ര നല്ല മക്കളാണെന്ന് പറഞ്ഞാലും ഒരു പ്രായം കഴിയുമ്പോൾ അവരുടെ മാറ്റങ്ങളും നമ്മുടെ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ തന്മയത്വത്തോടു കൂടി, എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എനിക്കതിൻ്റെ ആഴം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിയുന്നത് ആ ഒരു പ്രായം, ഒരു 16 തൊട്ട് ഒരു 20-21 വയസ്സ് വരെ നമുക്ക് നമ്മളുടെ കൺട്രോളിലായിരിക്കത്തില്ല. അപ്പോൾ മാക്സിമം നമുക്ക് അവരോട് കൂടുതൽ അവർക്ക് പ്രഷർ കൊടുക്കാതെ അവരുടെ വഴിയിലേക്ക് വിട്ട് പിടിക്കാൻ നമുക്ക് നോക്കണം. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു വഴി തെറ്റിപ്പോകാൻ പക്ഷേ എനിക്ക് എൻ്റെ ഒരു കാര്യത്തിൽ പണ്ട് തൊട്ടുള്ള നമുക്കത് ജന്മനാക്കെ കിട്ടിയതായിരിക്കും മക്കൾക്ക്. ഒരിക്കലും അവരൊരു വഴി തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ വേറൊരു ഭയങ്കര കൂട്ടുകെട്ടിലേക്കോ അല്ലാതെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലേക്കോ പോകുന്ന, എനിക്കിപ്പോൾ നീ ഇതിലെ വേണേലും പൊക്കോടാ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു വിടാൻ പറ്റും, നീ പൊക്കോ എന്ന് പറഞ്ഞു വിടാൻ പറ്റും. കാരണം അവൻ പോയാലും അവൻ ആ ഒരു പരിധിക്കകത്തുനിന്ന് പുറത്തോട്ട് പോകത്തില്ല എന്നുള്ളൊരു മനധൈര്യമാണ് എനിക്ക്, നമ്മളുടെ ഒരു വിശ്വാസമാണത്. ആ വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കുന്നത് തന്നെയാണ് നമ്മൾ കരുതുന്നതും വിശ്വസിക്കുന്നതും എല്ലാം. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ജെഫിനോട് പറഞ്ഞു, മോനെ ഇനി ഉള്ള മുൻപോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നിൻ്റെ കയ്യിലാണ്, നിൻ്റെ തീരുമാനമാണ്. നാളെ ഒരിക്കലും പറയരുത് അപ്പൻ്റെ കൂടെ നിന്നിട്ട് അമ്മയുടെ കൂടെ നിന്നിട്ട് എനിക്കിങ്ങനെയൊന്നും ആകാൻ പറ്റിയില്ല എന്നൊരിക്കലും പറയരുത്. ഇനി തീരുമാനം എടുക്കേണ്ടതും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും എല്ലാം നീയാണ്. അപ്പോൾ ഇനി നിൻ്റെ ലോകം വിശാലമാണ്, നിനക്ക് തുറന്നു തന്നിരിക്കുകയാണ്. നിനക്ക് ജോലിയാകാം, നിനക്കല്ലേ സ്വന്തം ബിസിനസ്സാകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ ഇന്നലെ ഒരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആ പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, വിൻസി, ഞാൻ 2 മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു.
പഠിപ്പിച്ച് അവരവരുടെ ജോലി അതായത് പഠിത്തം കഴിഞ്ഞപ്പം ഞാനൊരു 50,000 രൂപ മൂത്ത ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നിൻ്റെയാണ് ജീവിതം, നീയാണ് ജീവിതത്തെ തീരുമാനിക്കേണ്ടത്, നിനക്ക് ജോലി ചെയ്യാം, നിനക്ക് സമ്പാദിക്കാം, എന്ത് വേണം ചെയ്യാം. അങ്ങനെ ഇളയ ആളെയും അങ്ങനെ പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ടതുകൊണ്ട് തന്നെ ഇന്ന് അവർ പറയുമെന്ന്, അമ്മ അന്ന് ഞങ്ങളെ അങ്ങനെ പറഞ്ഞു വിട്ടതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ജീവിക്കാൻ പഠിച്ചു എന്ന് പറയുമെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മക്കൾ ജീവിതം പഠിക്കണമെങ്കിൽ അവർ കുറച്ച് പുറത്തോട്ടൊക്കെ പോയി മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് ജീവിതം പഠിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ പിടിച്ച് ഇറുക്കി എൻ്റെ മോൻ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഇവിടുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ജീവിതം ഒരിക്കലും അവർ പഠിക്കുകയോ നല്ലൊരു പൊസിഷനിലേക്ക് അവർ എത്തിപ്പെടാനോ അവർക്ക് സാധിക്കത്തില്ല. അവർക്ക് സ്വന്തമായിട്ട് ആഗ്രഹങ്ങളില്ലാതെ പോകും. അവർക്ക് സ്വന്തമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകണം, അതിലൂന്നി അവർ ജീവിക്കണം. അതിനുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഒരു പ്രായം കഴിഞ്ഞാലേ നമ്മൾ പറയുന്ന ഒരു പരിധിയിൽ കൂടുതലൊന്നും, ഇപ്പോൾ തന്നെ 12 മിനിറ്റായി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ പിള്ളേരാരെങ്കിലും ഇത് ഇത്രയും നേരം നമ്മൾ പറയുന്നത് കേൾക്കുമോ? ഒരിക്കലും കേൾക്കത്തില്ല. അവർക്കൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ റീൽസ് പോലെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതായത് എത്ര സെക്കൻഡാണോ റീൽസ് നിൽക്കുന്നത് അത്രയും സെക്കൻഡ് മാത്രമാണ് അവർ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വലിയ വീഡിയോ പോലെയാണ്. നമ്മൾ ഇങ്ങനെ വലിയ വീഡിയോയ്ക്ക് നമ്മൾ 5-6 മിനിറ്റുകൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവർക്ക് വേണ്ടത് കുഞ്ഞു കുഞ്ഞു റീൽസാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എന്താ, നമ്മളത് മനസ്സിലാക്കി കുറച്ചുകൂടെ നമ്മളതിനെ അഡ്ജസ്റ്റഡ് ആയി പോകേണ്ടി വരും. കാരണം എനിക്കൊന്നും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഞാൻ ആ കാലഘട്ടം കഴിഞ്ഞ് വരികയാണ്. അവരുണ്ടാക്കുന്നതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഞാനുണ്ടാക്കും. അവരായിരിക്കത്തില്ല ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവർ മിണ്ടാതെ പോകുമായിരിക്കും. ആ മിണ്ടാതെ പോകുന്നത് നമുക്ക് പ്രശ്നമാണ്. നേരത്തെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ എന്തുകൊണ്ട് അവൻ അമ്മയെന്ന് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് അതിൽ പോയിട്ട് എന്നോട് പോയില്ല എന്നുള്ളത് അവരെക്കാൾ വലിയ പ്രശ്നം ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയണമെന്ന് തോന്നി. എത്രത്തോളം അത് നിങ്ങളിൽ എത്തിക്കാണും എന്നെനിക്കറിയത്തില്ല. എന്നാലും ഞാൻ നന്നായിട്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പള്ളിയിൽ പോയിട്ട് വന്ന വഴിക്ക് തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പറമ്പിൽ കൂടെ ഒക്കെ നടന്നു എവിടെ ഇരുന്നോ ഒന്ന് വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് സംസാരിക്കണമെങ്കിൽ ആരും ഇല്ലാത്തൊരിടത്ത് വന്നിരുന്ന് ഇങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് സംസാരിക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്നൊക്കെ തോന്നുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും, നമുക്ക് ആ വാക്കുകളൊന്നും കിട്ടത്തില്ല, ആശയങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ, നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.